Hello children. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ചുകൂടി ജി അഡ്വാൻസിലെ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് രണ്ട് മൂന്ന് പാസേജും നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഒരു ഇൻഡിജർ ടൈപ്പ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇന്ന് ആദ്യം നമുക്ക് മാട്രിസസിലെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്നത്തെ മാട്രിസിലെ ക്വസ്റ്റ്യൻ സാധാരണ വരുന്നതാണ്. മാട്രിസസിലെ ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് എക്സാമിന് ഉണ്ടാവും, പക്ഷേ എല്ലാം ട്രിക്കി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഇത് കണ്ടോ, ഈ ക്വസ്റ്റ്യൻ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. എ ഒരു 2/2 മാട്രിക്സ് ആണ്. A⁴100 തന്നിട്ടുണ്ട്. വാട്ട് ഇസ് A1 + A10? അപ്പോൾ A100 A⁴100 കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നുന്നതാ A² കാണുക, A³ കാണുക, ഒരു പാറ്റേൺ പിടിക്കാമെന്നാണ്. അപ്പോൾ ഇവിടെ A² ചെയ്താൽ ഒരു പാറ്റേണും കിട്ടില്ല, അതാണ് നോക്കേണ്ടത്. ഇവിടെ A² ചെയ്ത് നോക്കുക, A² ചെയ്താൽ ഒരു പാറ്റേണും കിട്ടില്ല. അപ്പോൾ അതാണ് ഈ ചോദ്യത്തിൻ്റെ ഒരു പിടുത്തം. അപ്പം സാധാരണ നമ്മൾ ചെയ്തിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്താ വെച്ചാൽ A², A³ ആ ഒരു പാറ്റേൺ കിട്ടും. ആ പാറ്റേൺ വെച്ചിട്ട് A⁴100 നമ്മൾ ഇൻഡക്ഷൻ പ്രകാരം A⁴100 നമ്മൾ കണ്ടുപിടിക്കുക. എന്നിട്ട് A1 കാണാം, A3 കാണാം, A2 കാണാം, A4 കാണാം, എക്സെട്ര. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനൊരു ചോദ്യമാണ്. നോക്കൂ, A എന്നുള്ള വെക്ടർ, A എന്നുള്ള മാട്രിക്സിനെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഒരു മാട്രിക്സ് പ്ലസ് I എന്നുള്ള മാട്രിക്സ്. വാട്ട് ഈസ് I? 1 0 0 1. അപ്പോൾ 1 0 0 1 ആയിട്ട് A എന്നുള്ള മാട്രിക്സിനെ എഴുതുകയാണെങ്കിൽ ഇവിടെ എന്താ നിങ്ങൾ എഴുതുക? 3. ഇവിടെ 1 തന്നെ, ഇവിടെ ഇവിടെ 1 അല്ലേ, ഇവിടെ -9 തന്നെ, ഇവിടെ -2 അല്ലേ വേണ്ടേ? അപ്പോൾ ഇവിടെ -3 വരണം അല്ലേ? -3 + 1 അല്ലേ -2. അപ്പോൾ യു ക്യാൻ റൈറ്റ് A = B + I, where I is a unit matrix. The unit matrix ആണ്. Where B is, what is matrix B? B is 3 1 -9 -3. ഈ ബിക്ക് ഒരു സ്വഭാവമുണ്ട്. ബിയുടെ സ്വഭാവം എന്താ വെച്ചാൽ, വാട്ട് ഈസ് B²? നോക്കുക, B² നോക്കുക, ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. 3 1 -9 -3 ഇൻറ്റു 3 1 -9 -3. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. 3 3 9 9 0 അല്ലേ? 3 1 3 3 -3 0 -9 27 27 0 0. But you can see that B² is 0. But actually B² is B is nilpotent of index 2. അപ്പോൾ B² 0 ആണെങ്കിൽ തീർച്ചയായിട്ടും B³ B⁴ എല്ലാം ഹയർ പവേഴ്സ് ഓഫ് ബിയുടെ പവറൊക്കെ മാട്രിക്സ് 0 ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. A പ്ലസ്, അപ്പോൾ A എന്നുള്ള മാട്രിക്സ്, ഇപ്പോൾ A⁴100 എങ്ങനെ എഴുതാം? നമുക്ക് A എന്നുള്ളത് നമുക്ക് B + I ആയിട്ട് എഴുതാം. A = B + I. അപ്പോൾ വാട്ട് ഈസ് A⁴100? A⁴100 will be B + I⁴100 അല്ലേ? B + I⁴100. ബൈനോമിയൽ തിയറം പ്രകാരം it contains 101 terms. നമുക്കറിയാം B² 0 ആണ്. അപ്പോൾ ബിയുടെ ഹയർ പവേഴ്സ് ഓഫ് ബി ഒക്കെ 0 ആയിരിക്കും. അപ്പോൾ B⁴100 പൂജ്യമാണ്, B�99 പൂജ്യമാണ്, B�98 പൂജ്യമാണ്, എല്ലാം പൂജ്യമാണ്. അപ്പോൾ ലാസ്റ്റ് ടേം ഉണ്ടാവും, ദറ്റ് ഈസ് I⁴100 is I. അതിൻ്റെ ജസ്റ്റ് ഇപ്പുറത്തെ ടേം ഉണ്ടാവും. എന്താ ജസ്റ്റ് ഇപ്പുറത്തെ ടേം? 100C9 B⁴1 into I. This is 100C99 100C99 B. ഇപ്പുറത്തെ B² ഉണ്ടാവും, but it's just 100B + I അല്ലേ? അപ്പോൾ ഇതാണ് A⁴100. A⁴100 is 100B + I. What is 100B? ഇവിടെ 100 മൾട്ടിപ്ലൈ ചെയ്യാം. It is 300 -900 -300 plus B plus I. Plus I is 1001. അപ്പോൾ അത് ആഡ് ചെയ്താൽ you get the value. A⁴100 is 301 100 പിന്നെ -900 it is -300 plus 1 എത്രയാ? -299 അല്ലേ? -299. അപ്പോൾ ഇതിലെല്ലാം കിട്ടി. ഇതാണ് A1, ഇതാണ് A2, ഇതാണ് A3, ഇതാണ് A4. ചോദിച്ചത് A1 + A4 ആണ്. ട്രേസാണ് ചോദിച്ചത് അല്ലേ? A1 + A4. വാട്ട് ഇസ് ദ ട്രേസ് ഓഫ് ദാറ്റ് മാട്രിക്സ് ചോദിച്ചാൽ A1 + A4 ആണ്. A1 + A4 is എന്താണ്? It is 301 plus -299. Value is 2. അപ്പോൾ ആൻസർ ഇസ് 2 is ആൻസർ. അപ്പോൾ ഇത് ഏത് ചോദ്യം ചോദിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റും. മാട്രിക്സ് ഇസ് ഡിറ്റർമിൻഡ് അല്ലേ? നല്ല ചോദ്യമാണ്. അപ്പോൾ മാട്രിക്സിലൊരു ട്രിക്കി ആയിട്ടുള്ള ചോദ്യമാണ്. ഇനി നമുക്ക് ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ. Suppose f, g and h are 3 real valued functions.
defined on set of out real numbers are f of x defines as 2x plus mod x. f of x is defined. f of x is defined as 2x plus mod x. g of x is defined as g of x is defined as 1 by 3 into 2x minus mod x. 1 by 3 into 2x minus mod x. And h of x is defined as f of g of x, composite function. f of g of x. അങ്ങനെയാണെങ്കിൽ kx 1 plus pi into cos inverse hx plus cot inverse hx ആണെങ്കിൽ kx ന്റെ റേഞ്ച് എന്താണ്? പിന്നെ domain of this function, the f of lx ആയിക്കോട്ടെ. Domain of this function lx equals sin inverse f of x minus g of x ന്റെ റേഞ്ച് എന്താണ്? Domain എന്താ? റേഞ്ച് എന്താ? ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന ഒരു ഐഡിയ ഉണ്ട്. എന്താ അറിയാം? ഈ എഫ് ഓഫ് എക്സ് ഒന്ന് വൃത്തിയിൽ എഴുതാം. എഫ് ഓഫ് എക്സ് വൃത്തിയിൽ എഴുതി എങ്ങനെ ഉണ്ടാവും? എഫ് ഓഫ് എക്സ് വൃത്തിയിൽ എഴുതി എങ്ങനെ ഉണ്ടാവും മക്കളെ? എഫ് ഓഫ് എക്സ് പോസിറ്റീവ് ആണെങ്കിൽ ഇത് എക്സ് തന്നെയാണ്, അപ്പൊ 3x ആണ്. എക്സ് നെഗറ്റീവ് ആണെങ്കിൽ 2x മൈനസ് എക്സ് എക്സ് ആണ്. അതേപോലെ ജി ഓഫ് എക്സ് എഴുതിയാലോ? നിങ്ങൾക്കറിയാലോ മോഡ് എക്സ് എക്സ് തന്നെയാണ്, എക്സ് പോസിറ്റീവ് ആണ്. മോഡ് എക്സ് മൈനസ് എക്സ് ആണ്, എക്സ് നെഗറ്റീവ് ആവും. അപ്പൊ ഇവിടെ മോഡ് എക്സ് പോസിറ്റീവ് ആകുമ്പോൾ എക്സ് ആയാൽ 2x പ്ലസ് എക്സ് വരും, 3x ആവും. മോഡ് എക്സ് മൈനസ് എക്സ് ആയാൽ 2x മൈനസ് എക്സ് വരും, എക്സ് വരും. ഓക്കെ, അപ്പൊ എഫ് ഓഫ് എക്സ് കിട്ടി. ജി ഓഫ് എക്സ് ഇതേപോലെ ചെയ്താൽ എന്താ കിട്ടുക? 2x മൈനസ് മോഡ് എക്സ് ആണ്. അപ്പൊ എക്സ് പോസിറ്റീവ് ആണെങ്കിൽ എവിടെയെങ്കിലും സ്ഥലത്ത് ഗ്രേറ്റർ ആംഗിൾ ടു വെച്ചോളൂ. പോസിറ്റീവ് ആണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താ വരിക? 2x മൈനസ് എക്സ് എക്സ് ബൈ 3 വരും. എക്സ് നെഗറ്റീവ് ആണെങ്കിലോ? നെഗറ്റീവ് ആണെങ്കിൽ മൈനസ് എക്സ് വരും. അപ്പൊ 2x മൈനസ് എക്സ് 3x by x will be x. അപ്പൊ hx എന്തായിരിക്കും അറിയോ? വാട്ട് ഇസ് hx? hx എന്തായിരിക്കും? എക്സ് പോസിറ്റീവ് ആണെങ്കിൽ നോക്കൂ, എക്സ് പോസിറ്റീവ് ആണെങ്കിൽ g of x x by 3 ആണ്, f of x 3x ആണ്. അപ്പൊ thrice of x by 3 ആണ്. അപ്പൊ h of x x തന്നെയായിരിക്കും എക്സ് പോസിറ്റീവ് ആണെങ്കിൽ. ശ്രദ്ധിക്കണേ, g of x x by 3 ആണ്. അപ്പൊ ഇവിടെ x by 3 വെക്കുക. f of x by 3, എഫിന്റെ പടി എന്താ? x by 3നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, അപ്പൊ x തന്നെ ആവും. എക്സ് നെഗറ്റീവ് ആണെങ്കിലോ? നെഗറ്റീവ് ആണെങ്കിൽ എക്സ് ആണ്, ഇവിടെ എക്സ് ആണ്, അപ്പൊ ഇതും എക്സ് ആണ്. അപ്പൊ എച്ച് ഓഫ് എക്സ് എക്സ് ആണ്. അപ്പൊ എച്ച് ഓഫ് എക്സ് ഇസ് എക്സ് ഫോർ എവറി എക്സ്. അപ്പൊ എച്ച് ഓഫ് എക്സ് ഇസ് എൻ ഐഡന്റിറ്റി ഫംഗ്ഷൻ. എച്ച് ഓഫ് എക്സ് ഐഡന്റിറ്റി ഫംഗ്ഷൻ, അതാണ് ഇതിന്റെ ടേക്ക് അവേ. അപ്പൊ ഈ എച്ച് ഓഫ് എക്സ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. അപ്പൊ ചോദിച്ചത് എന്താ? കെ എക്സിന്റെ വാല്യൂ, ഇതാണ് ഫംഗ്ഷൻ. കെ എക്സ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് 1 ബൈ പൈ ഇൻറ്റു എന്താണ്? എച്ച് ഓഫ് എക്സിന്റെ വാല്യൂ എന്താ? എക്സ് ആണ്. എച്ച് ഓഫ് എക്സ് ഇസ് എൻ ഐഡന്റിറ്റി ഫംഗ്ഷൻ. അപ്പൊ ചോദിച്ചത് കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച് എന്താ ചോദിക്കും. ഇവിടെ സൈൻ ഇൻവേഴ്സ് ആയിരുന്നെങ്കിൽ അത് കോൺസ്റ്റന്റ് ആണ്. റേഞ്ച് ഇസ് എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. റേഞ്ച് വെറും സെറ്റ് ഇവിടെ പൈ ബൈ 2 ആണെങ്കിൽ 1 പ്ലസ് പൈ 1 ബൈ പൈ ഇൻറ്റു പൈ ബൈ 2 എന്നാൽ 3/2 സെറ്റ് 3/2 ആയിരിക്കും. ഇവിടെ കോസ് സൈൻ ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ ഇവിടെ കോട്ട് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നോക്കണം ഇതിൽ ഡൊമെയിൻ എന്താ? അപ്പൊ ഇതിൽ നോക്കൂ, ഈ കെ ഓഫ് എക്സിന്റെ ഡൊമെയിൻ എന്താ മക്കളെ? എന്തായിരിക്കും കെ ഓഫ് എക്സിന്റെ ഡൊമെയിൻ? ഈ എച്ച് ഓഫ് എക്സിന് പകരം എക്സ് ആയി. അപ്പൊ കെ ഓഫ് എക്സിന്റെ ഡൊമെയിൻ എന്തായിരിക്കും? ഡൊമെയിൻ അല്ല ചോദിച്ചാൽ റേഞ്ച് ആണ് ചോദിച്ചത്, പക്ഷേ നമ്മൾ ഡൊമെയിൻ കാണാം. ഇവിടെ ഡൊമെയിൻ ഓഫ് ദിസ് ഫംഗ്ഷൻ നോക്കൂ. കോട്ട് ഇൻവേഴ്സ് എക്സിന്റെ ഡൊമെയിൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. കോട്ട് ഇൻവേഴ്സിന്റെ ഡൊമെയിൻ അറിയാലോ. കോട്ട് ഇൻവേഴ്സിന്റെ ഗ്രാഫ് നിങ്ങൾക്ക് അറിയാം. ഇറ്റ്സ് എ ഫുൾ ഉണ്ട്, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. കോട്ട് ഇൻവേഴ്സിന്റെ ഗ്രാഫ് അറിയാം. അപ്പം കോട്ട് ഇൻവേഴ്സിന്റെ ഡൊമെയിൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. കോസ് ഇൻവേഴ്സിന്റെ ഡൊമെയിൻ -1 1 ആണ്. അപ്പൊ നിങ്ങൾക്കറിയാം ഒരു ഫംഗ്ഷൻ d1 പ്ലസ് d1 ഇന്റർസെക്ഷൻ d2 ആയിരിക്കും. എഫ് ഓഫ് എക്സിന്റെ ഡൊമെയിൻ ഇപ്പം ഈ ഫംഗ്ഷന്റെ ഡൊമെയിൻ d1 ഉം ഈ ഫംഗ്ഷന്റെ ഡൊമെയിൻ d2 ആണെങ്കിൽ കൂട്ടിയാലും സബ്ട്രാക്ട് ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്താലും ഒക്കെ ഡൊമെയിൻ എന്തായിരിക്കും? d1 ഇന്റർസെക്ഷൻ d2 ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഡൊമെയിൻ റിയൽ നമ്പേഴ്സ് ആണ്, ഇതിന്റെ ഡൊമെയിൻ -1 1 ആണ്. അപ്പൊ കെ എക്സിന്റെ ഡൊമെയിൻ എന്തായിരിക്കും? ക്ലോസ് ഇന്റർവെൽ -1 1 ആയിരിക്കും. ഓക്കെ, -1 1 ആയിരിക്കും. പിന്നെ കെ എക്സിന് വേറെ പ്രത്യേകത ഉണ്ട്. കെ ഡാഷ് എക്സ് എന്താ? വാട്ട് ഇസ് കെ ഡാഷ് എക്സ്? 1 പോയി 1 ബൈ പൈ അവിടെ നിൽക്കട്ടെ. ദിസ് ഇസ് -1 ബൈ √1 - x സ്ക്വയർ. ദിസ് ഇസ് -1 ബൈ 1 പ്ലസ് x സ്ക്വയർ അല്ലേ? അപ്പൊ കെ ഇൻവേഴ്സ് കെ ഡാഷ് എക്സ് വിൽ ബി 1 ബൈ പൈ ഇൻറ്റു -1 ബൈ √1 - x സ്ക്വയർ -1 ബൈ 1 പ്ലസ് x സ്ക്വയർ. ഇതെന്തായാലും നെഗറ്റീവ് ആണ്.
അപ്പോൾ കെ ഡാഷ് എക്സ് നെഗറ്റീവ് ആണ്. കെ ഡാഷ് എക്സ് ലെസ് ദാൻ 0 ആണ്. അപ്പോൾ കെ ഡാഷ് എക്സ് നെഗറ്റീവ് ആണെങ്കിൽ കെ ഓഫ് എക്സ് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ കെ ഓഫ് എക്സിന്റെ ഡൊമെയിൻ -1 ആണ്, സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണ്. സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണ്. അതിന്റെ റേഞ്ച് എന്തായിരിക്കും? ഇതാണ് y ആക്സിസ് എങ്കിൽ ഇതാണ് y ആക്സിസ്. സപ്പോസ് ദിസ് ഇസ് y ആക്സിസ്. ഇതാണ് y ആക്സിസ് എങ്കിൽ വാട്ട് ഇസ് ദ റേഞ്ച്? ഇവിടെ നിന്ന് വന്നാൽ ഇതൊരു അപ്പർ ബൗണ്ട് ആണ്, ഇത് ലോവർ ബൗണ്ട് ആണ്. അപ്പോൾ ഇതല്ലേ റേഞ്ച് അല്ലേ? ഇറ്റ്സ് എ പ്രൊജക്ഷൻ ഓഫ് ദ ഗ്രാഫ് ഓൺ x ആക്സിസ് ആണ് ഡൊമെയിൻ, ഓൺ y ആക്സിസ് ആണ് റേഞ്ച്. അപ്പം 1 ആകുമ്പം -1 ആകുമ്പോൾ വാട്ട് ഇസ് ദ വാല്യൂ? -1 ആകുമ്പം വാട്ട് ഇസ് k മൈനസ്? അപ്പോൾ k ഓഫ് -1 ആയിരിക്കും അതിൻ്റെ മാക്സിമം വാല്യൂ, k ഓഫ് 1 ആയിരിക്കും അതിൻ്റെ മിനിമം വാല്യൂ. അപ്പോൾ റേഞ്ച് വിൽ ബി വാട്ട് ദ റേഞ്ച് ഓഫ് kx? Range of kx will be what is that? Close interval, upper bound, lower bound k1 ആണ്, upper bound k-1 ആണ്. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. Now what is k1? ഇവിടെ k1 കൊടുക്കുക. What is k1? എന്തായിരിക്കും k1ന്റെ വാല്യൂ? k1 ഇവിടെ 1 കൊടുക്കുക. cos inverse 1 plus cot inverse 1. It is 1 plus 1 by pi into cos inverse 1, 0 ആണ്, plus cot inverse 1, it is pi by 4. അപ്പം 1 plus 1 by 4 വരും, it is 5 by 4. അപ്പോൾ 5 by 4 ആണ്. അപ്പോൾ ഇത് 5 by 4 ആണ്. This is 5 by 4. സിമ്പിൾ അല്ലേ? What is k of -1? ഇതിൽ വരെ -1 കൊടുക്കാം. -1 കൊടുക്കുമ്പോൾ എന്താ വരിക? It is 1 plus 1 by pi into cos inverse -1. Cos inverse -1 pi ആണ്, plus cot inverse -1. Cot inverse -1 is pi minus cot inverse 1. Pi minus pi by 4. What is pi minus pi by 4? 3 pi by 4. Pi 3 value വരിക 3 pi by 4 ആകുമ്പോൾ 7 pi by 4 വരും. 7 plus 11 by 4 അല്ലേ? ശരിയല്ലേ? This is 11 by 4. അപ്പോൾ ഇതാണ് അതിൻ്റെ റേഞ്ച്. 5 by 11, 5 by 4, 11 by 4. നല്ലൊരു ചോദ്യമാണ് കേട്ടോ മക്കളെ. B is answer. Okay. അപ്പോൾ that is the first question. Second question എന്താ പറയുന്നത്? Domain of the definition of Lx equals sin inverse f of x minus g of x. Lx equals f of x minus g of x. ഈ f of x minus g of x വെറുതെ ഒന്ന് സബ്ട്രാക്ട് ചെയ്ത് എന്താ കിട്ടുക? f of x minus, what is f of x minus g of x? f of x minus g of x. f of x ന്റെ വാല്യൂ എന്താ? 2x plus mod x minus g of x minus 2 by 3x plus 1 by 3 mod x. അല്ലേ? minus 2 by 3x plus 1 by 3. മൈനസ് ആകുമ്പോൾ മൈനസ് പ്ലസ് വരും. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 2 മൈനസ്, അപ്പോൾ 6 മൈനസ്, അപ്പോൾ 4 by 3x പ്ലസ് 4 by 3 mod x. അല്ലേ? 4 by 3x plus 4 by 3 mod x. 3 to 6 minus 2, 4 by 3x mod x plus 1 by 3. 1 plus 1 by 3, 4 by 3. അതാണ് f of x. 4 by 3x plus 4 by 3 mod x. ഡൊമെയിൻ ആണ് ചോദിച്ചത്. അപ്പോൾ L of x ന്റെ വാല്യൂ എന്തായിരിക്കും? സൈൻ ഇൻവേഴ്സ് f of x minus g of x. നോക്കൂ, എക്സ് പോസിറ്റീവ് ആണെങ്കിൽ 4 by 3x plus 4 by 3 ആണ്. എക്സ് പോസിറ്റീവ് ആണെങ്കിൽ മോഡ് എക്സ് എക്സ് തന്നെയാണ്. മോഡ് എക്സ് എക്സ് ആണെങ്കിൽ 4 by 3 plus 4 by 3 എത്രയാണ്? 8 by 3x. If x is positive. പിന്നെയോ എക്സ് നെഗറ്റീവ് ആണെങ്കിലോ മോഡ് എക്സ് മൈനസ് എക്സ് ആവും. അപ്പോൾ 4 by 3x minus 4 by 3x 0. അപ്പോൾ എക്സ് നെഗറ്റീവ് ആണെങ്കിൽ സൈൻ ഇൻവേഴ്സ് 0. വാട്ട് ഇസ് സൈൻ ഇൻവേഴ്സ് 0? 0. അപ്പോൾ ഏതാണ് എൽ എക്സ് അല്ലേ? എൽ എക്സ് അതാണ്. ഇനി എക്സ് തോന്നിമാരി ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ തന്നെ ഇതിന് ഡൊമൈനെ ചോദിച്ചത്. ഡൊമൈൻ ആണെങ്കിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് സംതിങ് ഇസ് ഡിഫൈൻ ഓൺലി ഇഫ് എക്സ് ലൈ ബിറ്റ്വീൻ -1 and 1. അപ്പോൾ ഇത് ഡിഫൈൻഡ് ആവണമെങ്കിൽ എന്താവണം? 8 by 3x എവിടെ കിടക്കണം?
-1ന്റെയും 1ന്റെയും ഇടയിൽ കിടക്കണം. പക്ഷെ ഇവിടെ 0 തോന്നിയ മാതിരിയാണ്. എക്സ് നെഗറ്റീവ് ആകുമ്പോൾ ഫംഗ്ഷൻ എക്സ് നെഗറ്റീവ് ആകുമ്പോൾ LXന്റെ വാല്യൂ 0 ആണ്. അപ്പോൾ അതിന് വാല്യൂ ഉണ്ട്. എക്സ് നെഗറ്റീവ് ആകുമ്പോൾ ഒക്കെ അതിന് വാല്യൂ ഉണ്ട്, 0 ആണ്. പക്ഷേ ഇവിടെ എക്സ് പോസിറ്റീവ് ആകുമ്പോൾ ഇതാണ്. അപ്പം എന്തായാലും 0ന്റെയും 1ന്റെയും ഇടയിലാണ് 8/3x. ഇത് ഒരിക്കലും 1/1 കൂടാൻ പാടില്ല. കാരണം എക്സ് പോസിറ്റീവ് ആകുമ്പോൾ മാത്രമേ ഇത് നടക്കുള്ളൂ. അപ്പോൾ 0ന്റെയും 1ന്റെയും ഇടയിലാണെങ്കിൽ മാത്രമേ സൈൻ ഇൻവേഴ്സ് 8/3x ഡിഫൈൻഡ് ആവുള്ളൂ. അപ്പോൾ ഇത് ഡിഫൈൻഡ് ആവണമെങ്കിൽ എക്സ് അവിടെ കിടക്കണം 0 ലെസ് ദാൻ ഈക്വൽ ടു 3/8 ലെസ് ദാൻ 3/8 കിടക്കണം. എക്സ് നെഗറ്റീവ് ആകുമ്പോഴും ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. അപ്പോൾ വാട്ട് ഇസ് ദ ഡൊമെയിൻ? ഡൊമെയിൻ എന്തായിരിക്കും? എക്സ് എല്ലാ സമയത്തും നെഗറ്റീവ് ആകുമ്പോൾ ഡിഫൈൻഡ് ആണ്. അപ്പോൾ -∞ തൊട്ടിട്ട് 3/8 വരെ. 3/8 ഓപ്പൺ ആണ്. 3/8 ഓപ്പൺ ആണ്. 3/8 ഇസ് ഓപ്പൺ. 3/8 ക്ലോസ് ആ. 3/8 ക്ലോസ് ആണ്. 3/8 ക്ലോസ്ഡ് ആണ്. കാരണം ക്ലോസ് ഇന്റർവെൽ -1 ആണല്ലേ. അപ്പോൾ 3/8 ക്ലോസ്ഡ് ആണ്. ആൻസർ ഇസ് ദിസ് ഇസ് ആൻസർ. ഓപ്ഷൻ ഡി ഇസ് ആൻസർ. ഇത് ഓപ്പൺ ആണ്. 3/8 ഓപ്പൺ. 3/8 അല്ല, -∞ ക്ലോസ് 3/8. ഇത് നല്ല ചോദ്യത്തിൽ പെടുന്നതാണ്. ഓക്കെ, നൗ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. നോക്കാം. നോക്കൂ. ഈച്ച് സൈഡ് ഓഫ് എ സ്ക്വയർ ഹാസ് ലെങ്ത് 4 units and its center is 3, 4. One of the diagonals is parallel to the line y is equal to x. Then answer the following questions. Two questions are the radius of the circle. This is the first question. This is the second question. The first question is radius of the circle inscribed the triangle formed by any of these vertices. Second is radius of the circle inscribed the triangle formed by any 2 vertices of a square and its center. Simple question ആണ് തോന്നും, പക്ഷേ ഇതിൽ 2-3 കൺസെപ്റ്റ്സ് ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ആ ചോദ്യം വാലിഡ് ആണ്. ഓക്കെ, അപ്പം ഇതാണ് സ്ക്വയർ. ആദ്യം ഒരു സ്ക്വയർ കൺസിഡർ ചെയ്യാം. ഇതാണ് സ്ക്വയർ. സ്ക്വയറിൽ നമ്മൾ എന്താണ്, സൈഡ് ഓഫ് സ്ക്വയർ ലെങ്ത് 4 units. ഇത് 4 units ആണ്. ഇത് 4 ആണ്, ഇതും 4 ആണ്, ഇതും 4 ആണ്, ഇതും 4 ആണ്. എല്ലാ സൈഡും 4 ആണ്. ആൻഡ് ഇറ്റ് സെൻറ്റർ അറ്റ് 3, 4. ഇവിടെ ഈ പോയിന്റ് 3, 4 ആണ്. സെൻറ്റർ 3, 4. അപ്പോൾ സെൻറ്റർ 3, 4 ആണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾക്കൊരു കാര്യം അറിയാം. എന്താണ്? ഈ ഡയഗണൽ, ഇതൊരു ഡയഗണലാണ്, ഇത് വേറൊരു ഡയഗണലാണ്. അപ്പോൾ ഡയഗണലിൻ്റെ പോയിന്റ് ഓഫ് സെക്ഷനിലായിരിക്കും 3, 4 ഉണ്ടാവുക. അപ്പോൾ ഈ പോയിന്റ് ആയിരിക്കും 3, 4. ഈ പോയിന്റ് ആയിരിക്കും 3, 4. സെൻറ്റർ 3, 4 എന്ന് പറഞ്ഞാൽ ആ സ്ക്വയറിൻ്റെ ഡയഗണൽസിൻ്റെ പോയിന്റ് സെക്ഷൻ ആയിരിക്കും സെൻറ്റർ. പിന്നെന്താ, the diagonals is one of the diagonal is parallel to y is equal to x. ഇത് y is equal to x നോട് പാരലൽ ആണ്. y is equal to x നോട് പാരലൽ ആണ്. ഇത് ഉണ്ടാക്കുന്ന ആംഗിൾ 45 ഡിഗ്രിയാണെന്ന് അർത്ഥം. ഇത് ഉണ്ടാക്കുന്ന ആംഗിൾ 45 ഡിഗ്രിയാണെന്ന് അർത്ഥം. ഓക്കെ, the angle made by this line with x-axis is 45 degrees. അപ്പോൾ ഇത് 45 ഡിഗ്രി ആണെങ്കിൽ ഇത് ഇവിടെ ഇങ്ങനെ വര വരച്ചാൽ, ഇങ്ങനെ വര വരച്ചാൽ ഇത് x-axis പാരലായിരിക്കും. ഇങ്ങനെ വര വരച്ചാൽ ഇത് x-axis പാരലായിരിക്കും. ഈ വര x-axis പാരലായിരിക്കും. അപ്പോൾ ഇത് ഈ സൈഡും x-axis പാരലായിരിക്കും. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ സൈഡും x-axis പാരലായിരിക്കും. ഈ സൈഡും y-axis പാരലായിരിക്കും. ഇതൊക്കെ അതിൽ കണ്ടുപിടുത്താണ്. ഇത് y is equal to x പാരലാണ്. അപ്പോൾ ഇത് y is equal to -x പാരലായിരിക്കും. റൈറ്റ്? ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഓർക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ ചോദ്യം? ആൻസർ ദ ഫോളോയിങ്. വൺ ഓഫ് ദ ഡയഗണൽ ഈസ് പാരലൽ ടു ദാറ്റ്. അപ്പോൾ നോക്കൂ. ഓക്കെ, അപ്പം നമുക്ക് ഈ വെർട്ടിസസ് ഒന്ന് കാണാൻ പറ്റുമോ? ഇത് 3, 4 ആണ്, ഇത് 4 ആണ്. അപ്പം നമ്മളിപ്പം ഇങ്ങനെ വര വരച്ചാൽ, ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അല്ലേ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പം ഇത് 2 ആയിരിക്കും. ഈ ലെങ്ത്തും 2 ആയിരിക്കും. അപ്പോൾ ഇത് 2√2 ആയിരിക്കും. ഇത് x-axis പാരലൽ ആയതുകൊണ്ട് ഈ പോയിന്റ് 2 യൂണിറ്റ് ഇങ്ങോട്ട് നീക്കിയാൽ മതി. അപ്പോൾ ഈ പോയിന്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ പോയിന്റ് കിട്ടണമെങ്കിൽ 2 യൂണിറ്റ് ഇങ്ങോട്ട് നീക്കുക, പിന്നെ 2 യൂണിറ്റ് മുകളിലേക്ക് നീക്കുക. 2 യൂണിറ്റ് നീക്കിയാൽ ഇത് 5, 4 ആവും. അപ്പോൾ ഇതെന്താവും? 5, 6 ആവും. ഈ പോയിന്റ് 5, 6 ആവും. ഇതും 2√2 ആണ്. അപ്പോൾ ഈ പോയിന്റ് എന്തായിരിക്കും? ഈ പോയിന്റ് നിങ്ങൾക്കറിയാം, 2 യൂണിറ്റ് ഇങ്ങോട്ട് നീക്കുക, 2 യൂണിറ്റ് ഇങ്ങോട്ട് നീക്കുക. അപ്പോൾ എന്താവും? ഇവിടുന്ന് 2 യൂണിറ്റ് ഇങ്ങോട്ട് നീക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് 2 യൂണിറ്റ് ഇങ്ങോട്ട് നീക്കുക. അപ്പോൾ ഇത് 2 ആയി.
2 യൂണിറ്റ് ഇങ്ങോട്ട് നിൽക്കുക, അത് 1 ആയി. ഓക്കെ, അപ്പോൾ ഇത് 1, 2 ആയി. അതേപോലെ ഇങ്ങോട്ട് ഈ പോയിന്റൊക്കെ കിട്ടും, എല്ലാ പോയിന്റും കിട്ടും. അപ്പോൾ ഈ പോയിന്റ് എങ്ങനെയാണ് കാണാം? ദിസ് പോയിന്റ് ഇത് ഇങ്ങോട്ട് നീക്കാം, 2 യൂണിറ്റ് ഇങ്ങോട്ട് നീക്കാം, അപ്പോൾ ഇത് 1 ആയി. പിന്നെ ഇതിൻ്റെ y കോർഡിനേറ്റ് 2 തന്നെ ആയിരിക്കും. അല്ല 1, 2 അല്ല, 1, 2 അല്ല, ഇത് 2 അല്ല. 4ന് 2 യൂണിറ്റ് ഇങ്ങോട്ട് നീക്കാം, അപ്പം 6 ആയി, 1, 6. ഈ പോയിന്റോ, ഈ പോയിന്റ് ഇതിൽ x കോർഡിനേറ്റ് 1 തന്നെ ആയിരിക്കും, y കോർഡിനേറ്റ് 2, 4, ഇത് 6 ആയിരിക്കും. അപ്പോൾ ആ സ്ക്വയറിൻ്റെ എല്ലാ സൈഡും നമ്മൾ ഡിറ്റർമിൻഡ് ആയി. ഇനി എന്താ ചോദ്യം? ആദ്യ ചോദ്യം എന്താ? റേഡിയസ് ഓഫ് ദ സർക്കിൾ ഇൻസ്ക്രൈബ് ഇൻ ദ ട്രയാങ്കിൾ ഫോം ബൈ എനി ഓഫ് 3 വെർട്ടിസസ്. ഈ 3 വെർട്ടിസസ് ഉണ്ടാക്കുന്ന സർക്കിളിൻ്റെ, അതായത് റേഡിയസ് ഓഫ് ദ സർക്കിൾ ഇൻസ്ക്രൈബ്ഡ് ഇൻ ദ ട്രയാങ്കിൾ. അതായത് യു ആർ ഡ്രോയിങ് എ സർക്കിൾ ലൈക്ക് ദിസ്, ഇങ്ങനെ ഒരു സർക്കിൾ ഇൻസ്ക്രൈബ് ചെയ്യണം. റേഡിയസ് ഓഫ് ദ സർക്കിൾ ഇൻസ്ക്രൈബ്ഡ്, അതായത് ഇൻ ദ റേഡിയസ് ഓഫ് സർക്കിൾ ഇൻസ്ക്രൈബ് ദ ട്രയാങ്കിൾ ഫോം ബൈ എനി ഓഫ് ദ 3 വെർട്ടിസസ്. നോക്കൂ, ഏതെങ്കിലും 3 വെർട്ടെക്സ്, ഇത് 3 വെർട്ടെക്സ് ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സർക്കിൾ കൺസ്ട്രക്ട് ചെയ്യണം. ഇങ്ങനെ റേഡിയസ് ഓഫ് ദിസ് സർക്കിൾ ഇൻസ്ക്രൈബ്ഡ്. കറക്റ്റായിട്ട് വരും കേട്ടോ, അത്ര ഭംഗിയില്ല, എന്നാലും കുഴപ്പമില്ല. ഇതാണ് റേഡിയസ് ഓഫ് സർക്കിൾ. അപ്പോൾ ഇത് ഈ ട്രയാങ്കിളിൻ്റെ ഇൻസർക്കിളാണ്. ആ ട്രയാങ്കിളിൽ റേഡിയസ് ഓഫ് ദ, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. റേഡിയസ് ഓഫ് ദ സർക്കിൾ ഇൻസ്ക്രൈബ്ഡ് ഇൻ ദ ട്രയാങ്കിൾ ഫോം ബൈ എനി ഓഫ് ദ 3 വെർട്ടിസസ്. ഇവിടെ വരച്ചാലും ഇവിടെ വരച്ചാലും ഇവിടെ വരച്ചാലും ഒക്കെ ഒരേ വലിപ്പമുള്ള സർക്കിൾ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ റേഡിയസ് ആണ് ചോദിച്ചത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്കറിയാം, ഡെൽറ്റ ഇസ് ഈക്വൽ ടു ആർ ഇൻടു എസ്. ഇതാണ് ഏറ്റവും നല്ല എളുപ്പമുള്ള മാർഗം. ഇൻ റേഡിയസ്, ആ സർക്കിൾ ഇൻ സർക്കിൾ ആയിരിക്കല്ലോ, ഇൻ റേഡിയസ്. അപ്പോൾ ഇൻ സർക്കിളിന്റെ റേഡിയസും സെമി, എസ് എന്ന് പറഞ്ഞാൽ സെമി പെരിമീറ്റർ. വാട്ട് ഇസ് ആർ? ആർ ഇസ് ദ ഇൻ റേഡിയസ്. R is the in radius, delta is the area of the triangle, and S is the semi-perimeter. Semi-perimeter. In the perimeter, ചുറ്റളവ് എല്ലാം കൂടി കൂട്ട 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇതിലെ ഡെൽറ്റ, ഈ ട്രയാങ്കിളിന്റെ ഡെൽറ്റ നിങ്ങൾക്കറിയാം, ഹാഫ് ബേസ്. ഈ ലെങ്ത് നിങ്ങൾക്കറിയാം 4√2 ആണ്. 4√2 ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ്. ഓൾട്ടിറ്റ്യൂഡ് എന്താ? 2√2 ആണ്. ഇതാണ് ഡെൽറ്റ ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു എസ്. എസ് എന്താ? വാട്ട് ഇസ് എസ്? എസ് പറഞ്ഞാൽ പെരിമീറ്റർ ആണ്. ഇത് 4ഉം 4ഉം 8ഉം പിന്നെ 4√2. അപ്പോൾ 8 പ്ലസ് 4√2 പെരിമീറ്റർ ബൈ 2. അപ്പം 4 കാണും. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഈ 2 വേണമെങ്കിൽ കളയാം. അപ്പം ഇത് 4√2 വരും. അപ്പോൾ ആറിൻ്റെ വാല്യൂ എന്താ? 4 വേണമെങ്കിൽ കളയാം. അപ്പം 4 കളഞ്ഞാൽ 4 ഡിവൈഡഡ് ബൈ 2 പ്ലസ് √2. 4 ഡിവൈഡഡ് ബൈ 2 പ്ലസ് √2 ആണ് ആറ് കിട്ടുക. അപ്പോൾ വേണമെങ്കിൽ മുകളിൽ താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. 2 മൈനസ് √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ വാട്ട് ഈസ് ആർ? ആർ ഇസ് ഇക്വൽ ടു 2 വേണമെങ്കിൽ ഇതാക്കാം കേട്ടോ. 2 √2 വേണമെങ്കിൽ പുറത്തെടുക്കാം. √2 പുറത്തെടുത്താൽ 2 ഡിവൈഡഡ് ബൈ √2 പ്ലസ് 1 വരും. അപ്പോൾ അതിന് നമുക്ക് √2 മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? √2 ഇൻറ്റു √2 മൈനസ് 1. കാരണം താഴെ √2 പ്ലസ് 1 ഇൻറ്റു √2 മൈനസ് 1 ഇസ് 1. അപ്പോൾ അതാണ് ആൻസർ. 2√2 ഇൻറ്റു √2 മൈനസ് 1. ബി ഇസ് ആൻസർ. അത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ വെച്ചാൽ, എന്താ? വാട്ട് ഇസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഇൻസ്ക്രൈബ് ഇൻ ദ ട്രയാങ്കിൾ ഫോം ബൈ any 2 vertices of the square and the center. Any 2 vertices of the square, radius of circle inscribed in the triangle formed by any 2 vertices of the square and the center. Any 2 vertices of the square and the center. അതായത് ഇങ്ങനെ, ഇതാണ് സെന്റർ. സെന്ററും any 2 verticesഉം ഉണ്ടാക്കുന്ന ട്രയാങ്കിളിന്റെ ഈ സർക്കിൾ. ഇത് കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണം വരയ്ക്കാൻ. അതായത് ഈ സെൻറ്ററും any 2 വേർട്ടസും ഉണ്ടാക്കുന്ന ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ വരയ്ക്കുന്ന വട്ടം. അപ്പോൾ ഈ വട്ടത്തിൻ്റെ റേഡിയസ് എന്താണ്? പച്ചവട്ടത്തിൻ്റെ റേഡിയസ്. അപ്പോൾ എന്തെങ്കിലും പച്ചവട്ടത്തിൻ്റെ ആൻസർ? വാട്ട് ഇസ് ആൻസർ? ഇവിടെ അത് ഡെൽറ്റ ഈക്വൽസ് ആർ എസ് ചെയ്താൽ മതി. ഈ കേസിലും അതെ സാർ, രണ്ടാമത്തെ ക്വസ്റ്റിലും അതെ, ഡെൽറ്റ ഈക്വൽസ് ആർ എസ്. വേറെ ഡെൽറ്റയാണ്, വേറെ ആർ എസ് ആണ്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഡെൽറ്റ എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു ബേസ് 4 ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ്. ഈ ലെങ്ത് എന്താ? 2 ആണ്. ഈ ലെങ്ത് 2 അല്ലേ? ലെങ്ത് 2 ആണ്. ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു എസ്. എസ് പറഞ്ഞാൽ എന്താ? ഇത് 2√2 ആണ്, ഇത് 2√2 ആണ്. അപ്പോൾ 4√2 ആയി പ്ലസ് 4. അപ്പോൾ 4√2 പ്ലസ് 4 ബൈ 2.
അല്ലേ? 4√2 പ്ലസ് 4 ഡിവൈഡഡ് ബൈ 2. ഇതാണ് സെമി പെരിമീറ്റർ. ഇതാണ് എസ്. അതൊന്ന് ആറിൻ്റെ വാല്യൂ ആണ്. 4 കളയാം, 2 കളയാം, അല്ലേ? 2 and 2 will get cancelled. 4 will get cancelled. 2 ഇങ്ങോട്ട് വരും. അപ്പം 2/√2 + 1 ആണ് 6. അപ്പോൾ ആറിൻ്റെ വാല്യൂ എന്തായിരിക്കും? 2 × √2 - 1. 2 × √2 - 1 is answer. A is answer. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ ഈ രണ്ട് ചോദ്യം വളരെ സിമ്പിളാണ്. പക്ഷേ അതിലൊരു കൺസെപ്റ്റ് ഉണ്ട്. എന്താണ് എക്സ് ആക്സിസിന് y = x-നോട് പാരലൽ ആണെങ്കിൽ എക്സ് ആക്സിനോട് പാരലൽ ആയിരിക്കും സൈഡ്സ്. അപ്പോൾ വെർട്ടിസ് കാണാം. വെർട്ടിസ് കാണാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ട്രയാങ്കിളിൻ്റെ എല്ലാം കാണാം. ട്രയാങ്കിളിൻ്റെ എല്ലാം കാണുമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വരയ്ക്കുന്ന സർക്കിളിൻ്റെ റേഡിയസ് കാണാം ബൈ യൂസിങ് ദ ഫോർമുല RS = ഡെൽറ്റ. പ്രോപ്പർട്ടീസ് ഓഫ് ട്രയാങ്കിൾസ് കൂടി അതിൽ ഇൻകോർപ്പറേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വിത്ത് ദിസ് വി ക്ലോസ് ടുഡേസ് ക്ലാസ്. ഐ തിങ്ക് യു ഹാവ് എൻജോയ്ഡ് ദിസ് ക്ലാസ്. നിങ്ങൾ കഴിയുന്നത്ര കുട്ടികൾക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. Subscribe this channel. Wish you all the best for the coming exam. Thank you.